നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ ഒരുമിച്ച് പൂജ ചെയ്താലേ ഈ തറവാട്ടിലെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടു. അങ്ങനെ വേണമെങ്കിൽ അത് വല്ല ഉടായ്പില് കൂടെ പറ്റൂ. ഏതായാലും അമ്മ വിഷമിക്കണ്ട, ഒരു വഴി ഒത്തുവരും. ജോത്സ്യം പറഞ്ഞതുപോലെ പൂജയും നടക്കും. ഞാൻ ഏറ്റു. അമ്മ ധൈര്യമായിട്ടിരുന്നു. ഓ, ഗൂഢാലോചനയാ. കേൾക്കാം. എന്നാൽ അങ്ങനെ ആവട്ടെ മോളെ, പിന്നെ കാണാം. ആ മോളെ ഒന്നുകൂടെ ആലോചിക്കേ. ആ, ഒന്ന് നിന്നേ. തന്ത്രം മെനഞ്ഞു കഴിഞ്ഞോ? എന്ത് തന്ത്രം സാവിത്രി? ആ മഞ്ഞപ്പിത്തമുള്ളവര് നോക്കിയാല് എല്ലാം മഞ്ഞച്ചിരിക്കും. എന്തായിരുന്നടി ഇവിടെ കുതന്ത്രം? കുതന്ത്രോ? ആ, നീയും ആ നന്ദിനിയും കൂടി ഇവിടെ നിന്ന് എന്തോ രഹസ്യമായ പ്ലാൻ തയ്യാറാക്കായിരുന്നല്ലോ. എന്തായിരുന്നു ആ പ്ലാൻ എന്നാ ഞാൻ ചോദിച്ചത്. മറ്റുള്ളവര് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതേ യൂസ്ലെസ് ഫെലോകളാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതേടി, ഞാൻ യൂസ്ലെസ് ഫെലോയാ. അതുകൊണ്ട് തന്നെ ചോദിക്കേ, എന്നെ എന്റെ മകനെ വാരിക്കുഴിയിൽ വീഴ്ത്താനുള്ള കോൺസ്പിറൻസി അല്ലേടി ഇവിടെ നടന്നത്? വാരിക്കുഴിയിൽ വീഴാൻ നിങ്ങളെന്താ കാട്ടാനെയാണോ? സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. കുതന്ത്രം, നല്ല പേര്. ആ കുതന്ത്രം ഇവർക്കിട്ട് പ്രയോഗിക്കാം. ആ, അതിന്റെ സത്യം ഞാൻ പറയട്ടെ. സത്യം പറയണം, സത്യമേ പറയാവൂ. ഇത് ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളോട് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾ എന്തായാലും എന്റെ ACPയുടെ അമ്മയല്ലേ, അതാ. നീ കിടന്ന് ഡപ്പാങ്കൂത്ത് കളിക്കാതെ കാര്യം പറ. അതായത് മുത്തശ്ശി പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോ ഈ കുടുംബത്തില് എന്തോ വലിയ ആപത്തും ഒരു അപകടവും കാണുന്നുണ്ട്. അതിന് ആ, കുഞ്ഞ് ജനിച്ചതിന്റെ ദോഷമാണെന്നാ പ്രശ്നവിധിയിൽ തെളിഞ്ഞത്. അതിനാ ദോഷം മാറണമെങ്കിലേ ഞാനും ACPയും ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യണം. കൊള്ളാമല്ലോടി വിദ്യ. അങ്ങനെ നീയും കാർത്തികും ഒരുമിച്ചിരുന്ന് ഒരു പൂജ ഇവിടെ ചെയ്യണ്ട. ദേ, അത് തന്നെയാ അവരും പറയുന്നത്. ഇളയച്ചനാണ് വലിയ നിർബന്ധം. ഈ പൂജ ചെയ്യാനേ അവരാരും തയ്യാറല്ലാന്ന്. അത് കൊള്ളാലോ. അവനെന്താ പൂജ ചെയ്യാത്തത്? ആ, അതിലവർക്ക് സന്തോഷമുള്ളൊരു കാര്യമുള്ളതുകൊണ്ട്. എന്ത് സന്തോഷം? ACPയുടെ കൊച്ചേ അച്ചമ്മക്കാലനാണെന്നാ പ്രശ്നം വിധി. അതിന്റെ 28 കെട്ടിന് മുൻപേ ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മ ഇടിവെട്ടേറ്റ് ചാവുന്ന ജോൽസിന്റെ പ്രവചനം. എന്റെ ദൈവമേ, ഇടിവെട്ടേറ്റുള്ള ദുർമരണം ഞാൻ ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടില്ല. ആ, എന്തായാലും അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുന്നു. ദുഷ്ടേ, എന്റെ ദൈവമേ, ഇടിവെട്ടേറ്റെങ്ങാനും ചാവേണ്ടി വരുമോ? അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.